തട്ടുമ്മൽ റബ്ബർ ഉൽപ്പാദക സംഘം സംഘടിപ്പിക്കുന്ന റബ്ബർ ബോർഡ് ടാപ്പിംഗ് പരിശീലനം 3/10/2024 മൂലയിൽ മോഹനന്റെ തോട്ടത്തിൽ വെച്ച് നടക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ ലൈസമ്മ തോമസ് നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ തട്ടുമ്മൽ റബ്ബർ ഉൽപ്പാദക സംഘം പ്രസിഡന്റ് MTB മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. TV രാഘവൻ സ്വാഗതം ആശംസിച്ചു. റബ്ബർ ബോർഡ് ADO ജയകുമാർ പരിശീലനത്തെക്കുറിച്ച് വിശദീകരണം നൽകി. റബ്ബർ ബോർഡ് ടാപ്പിംഗ് ട്രെയിനർ KM വിനോദ് പരിശീലനത്തിലുള്ള ക്ലാസുകൾ നയിക്കും. ആശംസകൾ നേർന്നുകൊണ്ട് വേണ്ടാനത്ത് ഇമ്മാനുവൽ സംസാരിച്ചു. R ഗംഗാധരൻ നന്ദി പ്രകാശിപ്പിച്ചു. ടാപ്പിംഗ് പരിശീലകൻ വിനോദ് സംഘം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി, ഈ ഉദ്ഘാടനം ചെയ്ത മെമ്പർ, പഠിതാക്കളെ ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ആദരണീയ ഈ പരിപാടിയുടെ ടാപ്പിംഗ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടക ചെറുപുഴ പഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ ശ്രീമതി വത്സമ്മ തോമസ്, റബ്ബർ ബോർഡിൻ്റെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീ ജയകുമാർ, അതുപോലെ തന്നെ ഈ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന വിനോദ് KM, റബ്ബർ ബോർഡ് ടാപ്പിംഗ് ട്രെയിനർ, സ്വാഗതം പറഞ്ഞ ഗംഗാധരൻ, മറ്റ് ഈ പഠിതാക്കളായി ഇവിടെ എത്തിച്ചേർന്ന വ്യക്തികളെ, നമ്മളെ തട്ടുമ്മൽ റബ്ബർ ഉൽപ്പാദക സംഘം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. 1991 തുടങ്ങി അതിനുശേഷം 2015 റബ്ബർ സബ്സിഡി കർഷകർക്ക് വാങ്ങി നൽകുന്നതിന് വേണ്ടി വീണ്ടും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തുടങ്ങുകയായിരുന്നു. അതിനുശേഷം ഏകദേശം ഈ കാലയളവിൽ 1 കോടിയോളം രൂപ സംഘം ഈ കർഷകർക്ക് വാങ്ങി നൽകാൻ സഹായിച്ചു. അതുപോലെ തന്നെ നിരവധി പരിശീലന പരിപാടികൾ ഈ കാലയളവിൽ റബ്ബർ ബോർഡുമായി സഹകരിച്ച് റബ്ബർ പരിശീലനം, സ്ത്രീകൾക്കുള്ള റബ്ബർ പരിശീലനം, 2 മാസം മുമ്പാണ് വനിതകൾക്കായുള്ള റബ്ബർ പരിശീലനം നമ്മൾ നടത്തിയത്. അത് വളരെ വിജയകരമായിരുന്നു. അവരൊക്കെ ഏകദേശം 15-18 പേര് പഠിച്ചതിൽ 10 പേരും സ്വന്തം റബ്ബർ ടാപ്പിംഗ് ഉള്ളവരാണ്. റബ്ബർ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ, നമ്മൾ താമസിക്കുന്നിടത്താണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് സ്ത്രീകളെ കൊണ്ട് അത് സാധിക്കും. അത് സാധിക്കാത്ത കാര്യമല്ല, കാരണം ഞാൻ അനുഭവസ്ഥയാണ്. നമ്മളെ കൊണ്ട് അതിന് സാധിക്കും. അപ്പം കുറച്ചുകൂടി സ്ത്രീകളെ ഇങ്ങനെയുള്ള പരിപാടിക്ക് പങ്കെടുപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, റബ്ബർ ബോർഡുമായി സഹകരിച്ച് ഒത്തിരി പൈസകൾ 1 കോടി രൂപയോളം ജനങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെ. റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന പിന്നെ റബ്ബറുള്ള എല്ലാ കർഷകർക്കും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇങ്ങനെയുള്ള സബ്സിഡി ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. റബ്ബർ ബോർഡിനെ അതിനെ ഏറ്റവും ഞാൻ സ്നേഹപൂർവ്വം അനുമോദിക്കുകയാണ്. കാരണം ഇങ്ങനെ കർഷകർക്ക് നല്ല കാര്യങ്ങൾ, നല്ല സബ്സിഡിയോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നും കർഷകർക്കൊരു പ്രോത്സാഹനം തന്നെയാണ്. ബാക്കി എല്ലാവരോടും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ റബ്ബർ കൃഷി നിരവധി പ്രതിസന്ധികൾ നേരിടുന്നെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്, ഒന്ന് വില കുറവ് എന്നുള്ളതും, രണ്ടാമത് വില ഉണ്ടെങ്കിൽ തന്നെ അത് ടാപ്പ് ചെയ്ത് ആദായമെടുത്ത് വിൽപ്പന നടത്തി അതിൻ്റെ സാമ്പത്തികം സ്വരൂപിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും. അപ്പോൾ വിലക്കുറവ് ഒരു പരിധിവരെ നമുക്ക് ഇപ്പോൾ ന്യായമായ വില എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മോശമല്ലാത്തൊരു വില ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിരവധി തോട്ടങ്ങൾ ഈ 235 വില ഉണ്ടായിട്ടും കൂടി ടാപ്പ് ചെയ്ത് ആദായം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് റബ്ബർ ബോർഡ് വളരെ വർഷങ്ങളായിട്ട് തന്നെ നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ടാപ്പിംഗ് പരിശീലന പരിപാടി. നമ്മൾ തട്ടുമ്മൽ റബ്ബർ ഉൽപ്പാദക സംഘം കഴിഞ്ഞ വർഷം വനിതകൾക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു ടാപ്പിംഗ് പരിശീലനം നടത്തുകയുണ്ടായി. മാസം നമ്മുടെ വള്ളിപ്ലാവ് വനിതകൾക്ക് മാത്രമായിട്ടൊരു ടാപ്പിംഗ് പരിശീലന പരിപാടി ഇപ്പം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ ആൾക്കാരൊക്കെ അവിടെ ലഭ്യമായി കഴിഞ്ഞു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ നമ്മൾ അതുപോലുള്ള റബ്ബർ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കഴിഞ്ഞ വർഷം ഇവിടെ നടന്നത്. പക്ഷേ ഈ വർഷം നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക സഹായമൊന്നുമില്ല. എന്നിരുന്നാലും 8 ദിവസം നിങ്ങൾക്ക് സൗജന്യമായിട്ട്
ടാപ്പിംഗ് പരിശീലന പരിപാടി ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ്. 8ാമത്തെ ദിവസം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ 8 ദിവസം നിങ്ങൾ വിജയകരമായിട്ട് ഈ കോഴ്സ് പൂർത്തിയാക്കി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 8 ദിവസം ഇത് വളരെ ഈ ട്രെയിനിങ് പരിപാടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മാസം കൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു കോഴ്സാണ് നമ്മൾ 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം പോലും നഷ്ടപ്പെടുത്താതെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ കോഴ്സിനെ കാണണമെന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വിളവെടുപ്പ് രീതി പോലെയല്ല, വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു തൊഴിലാണ് റബ്ബർ ടാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള പഠനത്തിന് അത്യാവശ്യമായി വേണ്ടുന്നത് നിങ്ങളുടെ ക്ഷമയാണ്. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് എന്ത് നേടാൻ വേണ്ടി പറ്റും, അല്ലേ? അപ്പോൾ ആ ക്ഷമയോടുകൂടി ദന്തചികിത്സാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ്, ദന്തക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ, ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നമ്പ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു. റൂട്ട് കനാൽ, കുട്ടികളുടെ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി, ദന്തക്രമീകരണ ചികിത്സ, മോണരോഗ ചികിത്സ, നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ, ഓറൽ സർജറി, ദന്തൽ എക്സ്റേ, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 9446524809 ശാന്തി ഡെന്റൽ ക്ലിനിക്, പ്രശാന്ത് ബിൽഡിംഗ്, ചെറുപുഴ.